ഹായ്, ഞാൻ ബിജു ബ്ലോഗർ വെള്ളറട. ഞാനിവിടെ കൊല്ലത്ത് വന്നപ്പോൾ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു കേട്ടോ. നിസാമുദ്ദീൻ ശാസ്താംകോട്ട. ഇതാണ് അഷ്ടമുടി കായലിന്റെ ഒരു ശാഖോപശാഖയാണ്. അത് കായലിന്റെ നടുക്കൂടെ ഒരു പാലം പണിഞ്ഞ് വെറുതെ വെച്ചിരിക്കുക. അതിന് നടുക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് കയറി ഇന്ന് കായലിന്റെ സൗന്ദര്യം ആസ്വദിച്ചു. ഏത് എം എൽ എ ആണ് തുടങ്ങി വെച്ചത്? മുകേഷ് എം എൽ എ ആണ്. മുകേഷ് എം എൽ എ പകുതിയെ പണിഞ്ഞു. മുകേഷ് എം എൽ എ സിനിമ ചെയ്താലും അത് പകുതിയാണല്ലോ. എന്ത് ചെയ്താലും അതിന് ഒരു ഇതുണ്ട്. പാലത്തിൻ്റെ ഫുള്ള് ഞാൻ കാണിച്ചു തരാം. ഇതാണ് പാലം. കായലിൻ്റെ നടുക്കാണ് ഞങ്ങൾ പതിക്കുന്നത്. ഈ പാലം അതുവരെ കൊണ്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്, അപ്പുറത്ത് കൊള്ളിച്ചിട്ടില്ല. മുകേഷ് എം എൽ എ സിനിമ ചെയ്യും പോലെ. ഈ റോഡ് പോയി കഴിഞ്ഞാൽ നേരെ അങ്ങ് ഇപ്പുറത്ത് കരയിലിറങ്ങാം. അതിൽ ഈ റോഡ് പോയി കഴിഞ്ഞാൽ KSRTC ഡിപ്പോ അവിടെ പോവാം. ഇതുവഴി പോയാൽ വെള്ളം കുടിച്ച് മരിക്കാം. പോയിട്ട് വന്നേ അല്ല, ആ റൈഡിന് ഞാനും ഉണ്ടായിരുന്നല്ലോ. നമ്മൾ അവിടെ വെച്ച് കണ്ടില്ലല്ലേ? ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. എന്തിനാ കിട്ടിയ അവിടെ നിന്ന്? എന്നിട്ട് അത് കഴിഞ്ഞ് ബിരിയാണി കിട്ടി. നമുക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ലഹരി സത്യപ്രതിജ്ഞ ചെയ്ത് ലഹരിക്കെതിരെ നമ്മൾ ലഹരി എവിടെ കണ്ടാലും നമ്മൾ അത് അധികൃത അതുപോലെ അവരെ നിയമത്തിന് വഴി എത്തിച്ചു കൊടുക്കുന്നത്. അതുപോലെ ഇന്ന് MDMA, കഞ്ചാവ്, ബ്രൗൺ ഷുഗർ എല്ലാം കേരളത്തിൽ കിട്ടുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അച്ഛനും മകനും ഒരുമിച്ചിട്ട് മദ്യപിക്കുന്ന സ്ഥലങ്ങളുണ്ട്. മകൻ വാങ്ങിച്ചുകൊണ്ട് അച്ഛൻ മദ്യപിക്കുന്ന വീടുകളുണ്ട്. അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് മകൻ മദ്യപിക്കുന്ന വീടുണ്ട്. ഫാമിലി ആയിട്ട് കഴിക്കുന്ന വീടുകളുമുണ്ട്. അതൊക്കെ കണക്കിന്. മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണ്. അധികമായാൽ ആവശ്യത്തിനാവാം. പക്ഷേ ലഹരി, ഡ്രഗ്സ്, കഞ്ചാവ്, മയക്കുമരുന്ന് എന്ന് പറയുന്നത് ജീവിതം പോകുന്ന കാര്യമാണ്. നമ്മുടെ ചേട്ടൻ പറഞ്ഞതുപോലെ. ഓക്കേ.